എന്നാൽ നമുക്ക് ഒരു ചോറ് വെക്കാമേ. ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം ചൂടാക്കി ഒരു പാത്രത്തിലോട്ട് അരി കുതിരാനിടാം. കഴുകി വൃത്തിയാക്കി ഒരു 4 പ്രാവശ്യം അരി കഴുകണം. അരി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോൾ നമുക്ക് അരി ഇടാം. അരി കുറേശ്ശെ അങ്ങോട്ട് വാരിയിടണം. അരി വാരിയിടണം, അല്ലെങ്കിൽ അരിയുടെ അടിയിൽ നമ്മൾ വൃത്തിയാക്കി അരിച്ചൊക്കെ എടുത്ത് എന്നാലും ഒരു കല്ല് വല്ലതും ഉണ്ടെങ്കിൽ അത് വീഴാതിരിക്കാനായിട്ട് അരി എപ്പോഴും കൈകൊണ്ട് വാരിയിടണം. അരി അടിക്ക് പിടിക്കാതിരിക്കാൻ ഒരു തവി ഇട്ടിളക്കാം. നമുക്ക് ഒരു അടപ്പിട്ട് അടച്ച് തിളയ്ക്കാനായിട്ട് വെക്കാം. അരി തിളച്ചു. അരി തിളച്ച് കഴിയുമ്പോൾ ഒരു തവി കൊണ്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ പത വരും, അതെല്ലാം അങ്ങ് വെട്ടിയെടുത്ത് കളയണം. അരിക്കകത്തുള്ള അഴുക്കും എന്തെങ്കിലും കെമിക്കൽ അടിച്ചതോ വല്ലതൊക്കെ ആയിരിക്കും. അതെല്ലാം അങ്ങ് ഇതുപോലൊരു തവി എടുത്ത് പത മാത്രം ഇങ്ങനെ കോരി അങ്ങ് കളയണം. ഇനി അരി വേകട്ടെ. കുറച്ച് സമയം എടുക്കും, ചുമന്നരിയായിട്ട് പെട്ടെന്ന് വേഗത്തില്ല. നമുക്ക് അരി ഇപ്പോൾ ഒരു അരമണിക്കൂറായി അരി കിടന്ന് വേകുമായിരുന്നു. ഒക്കെ അരി വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് മൺപാത്രമായതുകൊണ്ട് പിടിച്ചു എടുക്കാൻ പ്രയാസം. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പാത്രം വെച്ചിട്ട് ചോറ് കോരി ഇങ്ങോട്ട് എടുക്കാം. മണ്ണിൻ്റെ പാത്രമായതുകൊണ്ട് ചൂടായൊക്കെ കഴിയുമ്പോൾ പിന്നെ അങ്ങ് കനം കൂടും അതിന്. ഇതുപോലെ ഒരു വേറെ ഒരു പാത്രം ചരുവോ എന്തോരം വെച്ചിട്ട് ഒരു ഹോളുള്ള പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ വാരിയിട്ടാൽ മതി. നമ്മൾ ഇപ്പം സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു അരിപ്പ പോലത്തെ പാത്രം വെച്ചാലും മതി. പിന്നെ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റി. അപ്പം നമ്മുടെ ചോറ് വെന്തു. നമുക്ക് എന്ത് കറിയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് ചോറ് കഴിക്കാം. വീഡിയോ എല്ലാവരും കണ്ടതിന് താങ്ക് യു. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.